എടോ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഇങ്ങനെയൊക്കെ പറയും. എന്നാലും എത്ര വിളിച്ചാലും ഫോൺ വെക്കാത്തൊരു ഫ്രണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ആവശ്യവും കഴിഞ്ഞതിന് ശേഷം രാത്രി തിരിച്ചു വിളിച്ചിട്ട് എന്താളിയാ വിളിച്ചേ എന്ന് ചോദിക്കുന്ന ഒരു ഫ്രണ്ട്. നമ്മളെങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇവന്മാരെ ഗ്യാങ്ങായിട്ട് അവിടെ വന്ന് അളിയ നീ ചത്തില്ലേ എന്ന് ചോദിച്ചു തുടങ്ങി അവിടെ ഇരുന്ന് മുഴുവൻ ചളി ഓടിച്ച് നശിപ്പിച്ച് ഒടുവിൽ ഡ്യൂട്ടി നേഴ്സ് വന്ന് നമ്മളെ ഉൾപ്പെടെ അവിടെ നിന്ന് പുറത്താക്കുന്ന അവസരം വരും. എടാ നീ എന്നെ രാവിലെ ഒന്ന് മിസ് കോൾ ഇട്ടാൽ മതി, ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ നമ്മൾ എഴുന്നേറ്റ് തുരുതുരാ വിളിച്ചാൽ പോലും ഇവന്മാരുടെ ഫോൺ എടുക്കില്ല. ഒടുവിൽ ഇവന്മാരുടെ അപ്പനെയും അമ്മയും വരെ വിളിച്ചെഴുന്നേപ്പിച്ച് അവന്മാരെ വിളിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? വീട്ടിന് മുന്നിൽ കാറ് കൊണ്ട് നിർത്തി അളിയ കയറ് അർജൻറ്റാണെന്ന് പറഞ്ഞ് ഇട്ടേക്കുന്ന നിക്കറ് പോലും മാറ്റാൻ സമ്മതിക്കാണ്ട് നമ്മളെ പിടിച്ച് കാറിനകത്ത് കയറ്റി 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന ചില വട്ടന്മാരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ? പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇവന്മാരുടെ വീട്ടിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ അപ്പൻ അമ്മയെ നമ്മളെ പിടിച്ചിരുത്തി ഇവന്മാരെ കുറിച്ചൊരു 100 കുറ്റം പറഞ്ഞ് ഒടുവിൽ നമ്മളെ ചൂണ്ടി ഇവനെ കണ്ടെങ്കിൽ നിനക്ക് നന്നായി കൂടെ ഇടാന്ന് അവന്മാരോട് ചോദിക്കും. പക്ഷെ ഇവന്മാർ നമ്മുടെ വീട്ടിൽ വന്നാലോ നടക്കുന്നത് നേരെ തിരിച്ചും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നന്നായി. എങ്ങാനും ഞാൻ നന്നായി പോകുന്ന ഇപ്പം എൻ്റെ ടെൻഷൻ.